ഹലോ എവരി വൺ. ഇന്ന് ഞാൻ രാവിലെ എഴുന്നേറ്റപ്പോൾ മുതൽ നല്ല ഹാപ്പിയാണ് കേട്ടോ. അതിന് പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. ചില ദിവസങ്ങളിൽ അങ്ങനെയാണല്ലേ, ചില ദിവസങ്ങൾ ഒരു കാരണമില്ലാതെ നമ്മൾ മൂഡ് ഓഫ് ആയിട്ടല്ലേ എഴുന്നേറ്റ് വരാറ്. ഇന്ന് പക്ഷേ എനിക്ക് നല്ലൊരു പോസിറ്റീവ് എനർജിയൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. ക്ലൈമറ്റ് അതിൽ വലിയൊരു ഫാക്ടറാണ് കേട്ടോ. ഇന്ന് നല്ല തണുപ്പാണെങ്കിൽ കൂടി തെളിഞ്ഞ കാലാവസ്ഥയായിരുന്നു. ചിലപ്പോൾ അതുകൊണ്ടാവും ഹാപ്പി ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ടാവുക. എന്തായാലും മൂഡ് മാറുന്നതിന് മുന്നേ നമുക്ക് കേക്ക് ഡെക്കറേറ്റ് ചെയ്ത് തുടങ്ങാം. ഞാൻ ഓൾറെഡി തന്നെ ഹാർട്ട് ഷേപ്പിൽ കട്ട് ചെയ്ത് ക്രം കോട്ടും ഫൈനൽ കോട്ടൊക്കെ ചെയ്ത് ഇന്നലെ വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ബാക്കിയുള്ള ഡെക്കറേഷൻ ഇന്ന് ചെയ്യാം. ഇതിന് മുന്നേ 2-3 വീഡിയോസിൽ റൗണ്ട് ഷേപ്പിലെ കേക്ക് എങ്ങനെയാണ് ഹാർട്ട് ഷേപ്പിൽ കട്ട് ചെയ്യുന്നതെന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് കേട്ടോ ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ ആ പോർഷൻ നമ്മൾ സ്കിപ്പ് ചെയ്ത് വിട്ടത്. കുറച്ച് ദിവസങ്ങളിലായിട്ട് എനിക്ക് വരുന്ന കേക്ക് ഓർഡേഴ്സ് എല്ലാം സർപ്രൈസ് കേക്കിൻ്റെ ഓർഡേഴ്സാണേ. അപ്പോൾ ഇതും അതുപോലൊരു സർപ്രൈസ് കേക്കാണ് കേട്ടോ. നമ്മുടെ ഒരു സ്ഥിരം കസ്റ്റമർ ഹസ്ബൻഡിന് വേണ്ടി തന്നിട്ടുള്ള ഓർഡർ. അപ്പോൾ എന്നോട് പ്രത്യേകിച്ച് ഡിസൈനൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഹാർട്ട് ഷേപ്പിലൊരു കേക്ക് വേണം, അതുപോലെ തന്നെ അതിൽ ഹാപ്പി ബർത്ത്ഡേ അച്ചാച്ചാന്ന് വെക്കണം, ഇത് മാത്രമാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാനതെല്ലാം ചെയ്ത് എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു ഡിസൈനിലാണ് കേക്ക് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ചെയ്ത് വന്നു കഴിഞ്ഞപ്പോൾ അതിനൊരു കംപ്ലീറ്റ് ഫീൽ തോന്നുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഞാനൊരു സിമ്പിൾ നോസിൽ വർക്ക് ഡിസൈനിൽ താഴെ ഒരു ബോർഡറും കൂടി കൊടുത്തു കേട്ടോ. ആ ബോർഡർ കൊടുത്തു കഴിഞ്ഞപ്പോഴാണ് കേക്കിനൊരു കംപ്ലീറ്റ് ലുക്ക് വന്നത്. സർപ്രൈസ് കേക്കുകൾ എപ്പോഴും സ്പെഷ്യലാണ് അല്ലേ. അത് ആർക്ക് കൊടുക്കുന്നതായാലും സർപ്രൈസ് ആയിട്ടാണ് കൊടുക്കുന്നതെങ്കിൽ അതൊരു സ്പെഷ്യൽ ഫീല് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് സർപ്രൈസ് കേക്കുകൾ ചെയ്യാൻ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ഇന്നത്തെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക്. നമ്മൾ പറഞ്ഞ സമയത്തിന് തന്നെ കേക്ക് ഡെലിവറിയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്രയുള്ള ഇന്നത്തെ വീഡിയോ. ബൈ ഫോർ നൗ.